ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താ നോക്കാം. എന്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഈ ഒരു ടൈം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് നിന്നിട്ട് ഇപ്പോൾ റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളോട് താല്പര്യപ്പെടുന്നുണ്ടാവാം, താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരു ചോയ്സ് എടുക്കാൻ പറ്റാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആളുമായിട്ട് മുന്നോട്ട് പോകണമോ? ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്ന ഒരു എനർജി, ഒരു ലവ് എനർജി നിങ്ങൾക്ക് ചൂസ് ചെയ്യണമോ അതോ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണമോ എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വൈസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. സോ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ലവ് എനർജി വളരെ എന്താ പറയുക, വളരെ ഡിവൈൻ ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ട് നിങ്ങളിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ. സോ നിങ്ങൾ അതിന് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്താണ് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ചിലപ്പോൾ സെപ്പറേഷനിലായിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ പരസ്പരം കലഹിക്കാതെ ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് തോന്നലുണ്ടെങ്കിൽ അതിലേക്ക് പോകരുത്. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് അട്രാക്ട് ചെയ്ത് വന്നിരിക്കുന്ന ആ ലവ് എനർജി എന്ന് പറയുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ആ എനർജി ഉള്ളത്. പക്ഷെ ആ പേഴ്സന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് ആലോചിച്ച് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഒരു എന്താ പറയുക, ഒരു പുതിയ ഒരു സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു നല്ല ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒന്നും തീരുമാനിക്കാൻ പറ്റാതിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മുന്നോട്ട് പോവുക തന്നെ വേണം. ഓക്കെ, ഇനി അത് ഓക്കെ ആണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും വളരെ മൈൻഡിന്, നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നിങ്ങളോട് തന്നെ കലഹിക്കാതെ അതിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളെ തന്നെ കൂടുതൽ കെയർ ചെയ്യുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ നിങ്ങളെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ അതിൽ ഉചിതമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു പുതിയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നല്ലൊരു എനർജി ആയിരിക്കാം, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പിന്നെയും വന്നിട്ടുള്ളത് എങ്കിൽ അത് ആളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളോടുണ്ടായിരുന്നത് എന്താണ്, ഒരുപക്ഷെ അതൊരു ടോക്സിക് ആയിരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോയത്. സോ അത് ചിന്തിച്ച് മാത്രം ചെയ്യുക. ഒരിക്കലും നിങ്ങളോട് കലഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെയാണ് ഈ ഒരു പേഴ്സന്റെ പേരിൽ നിങ്ങളെയാണ് വേദനിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാതിരിക്കൂ എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റേ ഹാപ്പി.